ഇന്നലെ രാമന്തളിയിൽ ഒരു ആൺകുട്ടിക്ക് നേരെ ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമം അയാൾ നടത്തുകയുണ്ടായി. ഞാനിത് എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചിട്ടില്ല. ഇത് തന്നെയായിരുന്നു ഞാൻ നേരത്തെയും പറഞ്ഞത്. എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പം എൻ്റെ ഭർത്താവ് പോലും അതിനൊന്ന് അനുകൂലിക്കോ എന്നൊരു സപ്പോർട്ട് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനത് കളവ് പറയുന്നതാണ്. അതായത് ഞാൻ കുഞ്ഞിനെ പറഞ്ഞു പഠിപ്പിച്ചു എന്നുള്ള തരത്തിലേക്കാണ് പറഞ്ഞുണ്ടാക്കിയത്. ഞാൻ കുഞ്ഞിനെ ചെയ്തു എന്നുള്ള നിലക്കാണ് വന്നിട്ടുണ്ടായത്. അതിനുശേഷം എനിക്ക് മാനസികമാണെന്ന് പറഞ്ഞിട്ട് പൂട്ടിയിടാനുള്ള ശ്രമം എല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ഏപ്രിൽ 2-ാം തീയതി രക്ഷപ്പെട്ട് പിന്നെ ഇപ്പം ആദ്യം പോയത് സഹകരണ ഹോസ്പിറ്റലായിരുന്നു. അപ്പം പറഞ്ഞു ഇവിടെ നോക്കാൻ പറ്റൂല, പിന്നെ ഇങ്ങനെയുള്ള കേസുകളെല്ലാം വരുമ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവരാണ് കേസ് എടുക്കേണ്ടത്, അവരാണ് പോലീസിനെ വിളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവിടെ തന്നെ കുറേ നേരം ഇരുത്തി നമ്മളെ സംരക്ഷിച്ചു. പിന്നീട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറും നേഴ്സും പരിശോധിച്ചപ്പോൾ കുഞ്ഞിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായതോടെയാണ് പോലീസിനെ അവരാണ് വിളിക്കുന്നത്, ഞാനല്ല വിളിച്ചത്. പിന്നെ അതിന് ശേഷം പോലീസുകാർ വന്നു. പിന്നെ ലേബർ റൂമിൽ വെച്ചിട്ട് കുട്ടിയുടെ മൊഴിയെടുത്തിട്ട് മോളുടെ മൊഴിയിൽ പ്രകാരം വന്ന കേസാണ്, ഞാൻ കൊടുത്തതുമല്ല. എൻ്റെ മകളുടെ മൊഴി പ്രകാരം വന്ന കേസാണ് ഈ പോക്സോ കേസ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു കുട്ടിക്കുണ്ടായ അനുഭവം. അപ്പോൾ ആ കുട്ടിക്ക് നീതി കിട്ടുന്നതിനോടൊപ്പം എൻ്റെ മോൾക്കും നീതി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, വിചാരിക്കുന്നു.